ഹലോ ഫ്രണ്ട്സ്, കുടംപുളി ഇട്ട കുറച്ച് മീൻകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, തക്കാളി, മുരിങ്ങക്കായ, കുറച്ച് മുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ നല്ല വഴണ്ടി വരണം. ആ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ഒരു ചെറിയ കഷ്ണം പെരമ്പുളി, അതായത് കുടംപുളി കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ വലിയ കഷ്ണങ്ങളൊക്കെയാണ് മുറിച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കണം. അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട്.